സാധ്യതയുള്ള 5 സ്റ്റോക്ക്. ആദ്യമായി JSW എനർജി. വൈദ്യുതി ഉൽപ്പാദനം, വിതരണം, വിപണനം എന്നിവയിലെല്ലാം സാന്നിധ്യമുള്ള പവർ കമ്പനി. പവർ പ്ലാന്റ് നിർമ്മാണം, മെയിൻ്റനൻസ് സർവീസുകളും നൽകി. ഹറാമ ഹലാൽ നോക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഹലാലായ സ്റ്റോക്കല്ല. എന്താണ് ഹലാൽ ഹറാം എന്ന സ്റ്റോക്കിനെ കുറിച്ചുള്ള വിശദമായ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. രണ്ടാമതായി വരുന്നത് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ, ആഗോള റിന്യൂവബിൾ എഞ്ചിനീയറിംഗ് ഉൽപ്പാദന ശേഖരണ സേവന കമ്പനിയാണ്. ജലാശയങ്ങളിൽ ഒഴുകി നടക്കുന്ന സോളാർ പാനൽ ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദനം ഇവരുടെ ഒരു പ്രത്യേകതയാണ്. 625 പ്രൈസിൽ കടന്നിരുന്ന സ്റ്റോക്ക് നിലവിൽ 700 മുകളിലേക്ക് കടന്നിട്ടുണ്ട്. ഇതൊരു ലോ പെർഫോമിംഗ് കമ്പനി തന്നെ. എന്നിരുന്നാലും ഇനി ഈ സ്റ്റോക്കിന് വാല്യൂ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കും കൂടിയിട്ടാണ് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി. മൂന്നാമതായി KP എനർജി. കാറ്റാടിപ്പാടങ്ങളാണ് കമ്പനി ശ്രദ്ധ. ലിസ്റ്റിംഗ് സമയത്ത് 4 രൂപ 6 പൈസ ആയിരുന്ന സ്റ്റോക്ക് കറൻ്റ് ഏകദേശം 431 രൂപ 88 പൈസ ഏകദേശം ആയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ തുടക്ക സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തവർക്ക് ഏകദേശം നല്ലൊരു മാർജിനാണ് ഈ സ്റ്റോക്കിലൂടെ മാത്രം കിട്ടിയേക്കുന്നത്. ഇതൊരു ഹലാലായ സ്റ്റോക്കാണ്. നാലാമതായി വരുന്ന WAA സോളാർ ലിമിറ്റഡ്. സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ കമ്പനിയാണ്. WAA സോളാർ സ്വന്തമായി സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുകയും സോളാർ പദ്ധതികൾ ചെയ്യുന്ന മറ്റു കമ്പനികൾ നിക്ഷേപിക്കുകയും ചെയ്യും. ഇതൊരു ഹലാലായ സ്റ്റോക്ക്. ഏകദേശം 75 രൂപയിൽ കടന്നിട്ട് സ്റ്റോക്ക് നിലവിൽ 182 രൂപ 55 പൈസ നിലവിലായിട്ടുണ്ട്. അഞ്ചാമതായി വരുന്നത് സോഡിയാക് എനർജി. സൗരോർജ്ജ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് സോഡിയാക് എനർജി. 37 രൂപയിൽ കടന്ന സ്റ്റോക്ക് ഏകദേശം ഇന്ന് 700 മുകളിൽ കടന്നിരിക്കുന്നു. ഇതേപോലുള്ള സ്റ്റോക്കുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.